ടോപ്പിക്കിൻ്റെ ഡിസ്കഷനാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലാസ്റ്റിക് മെറ്റീരിയൽ? ഇതിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഏതാണ് ഇതിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്? ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നൈലോൺ ആണ് ഇവിടുത്തെ ഇലാസ്റ്റിക് മെറ്റീരിയൽ. ഓക്കെ. വിച്ച് ഈസ് തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ? തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ. എന്താ ഈ തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ? അതായത് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ വിസ്കോസിറ്റിയും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? ഇറ്റ് ഈസ് ഈസി ത്രൂ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഹീറ്റിംഗ് വഴിയും കൂളിംഗ് വഴിയും അതിൻ്റെ സ്ട്രക്ചറിനെയും അതിൻ്റെ വിസ്കോസിറ്റിയും നമുക്ക് മോഡിഫൈ ചെയ്യാം. അതിനെ വേണമെങ്കിൽ പിന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് വിനൈൽ പോളിമേഴ്സ് ആണ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, തെർമോസെറ്റിംഗ്. എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറും ഷേപ്പും അതുപോലെ തന്നെ ഒന്നും നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചതിനെ റീമോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കുറച്ച് മെറ്റീരിയലാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്ത് വരുന്നതിനകത്ത് അതിൻ്റെ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ ഏതാണ്? വിനൈൽ പോളിമേഴ്സ് ആണ്. വാട്ട് ഈസ് ദി മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്ട്രെച്ച് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ഈസ് അലൗബിൾ ഫോർ എലാസ്റ്റിക് മെറ്റീരിയൽസ്? അല്ലേ, ഒരു എലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ എത്രയാണ്? 300%. 300% ഒരു എലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്ട്രെച്ചിങ്. വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ? എന്താണ്? സ്ട്രെയിൻ, അല്ലേ? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷൻ. എന്താണ്? സ്ട്രെയിൻ ആണ്. ശരിയല്ലേ? സ്ട്രെയിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ മുതൽ ഒറിജിനൽ ഡയമെൻഷൻ വരെയുള്ള റേഷ്യോ കൊണ്ട് പറയുന്നത്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യം ഒരു 10 മീറ്റർ ഉണ്ടായിരുന്ന ഒരു ലെങ്ത് ആണെന്നിരിക്കട്ടെ, ഒരു മെറ്റൽ 10 മീറ്റർ ആയിരുന്നെന്നിരിക്കട്ടെ. ഇപ്പോൾ 10 മീറ്റർ ആയിരുന്നു അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ. അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തത് 1.2 മീറ്റർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഡയമെൻഷൻ മുകളിലും താഴെ മീറ്റർ അല്ലേ, അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ സ്ട്രെയിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ലെസ് ടേം ആണ്. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. എക്സാമ്പിളായിട്ട് നമ്മൾ മുകളിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, മുകളിലും താഴെ എന്ത് തന്നെയാണ്? അതിൻ്റെ സെയിം ഡയമെൻഷൻ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത്? അതായത് ലീനിയർ സ്ട്രെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ? ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ആയിരുന്നതിനെ. വോളിമെട്രിക് സ്ട്രെയിൻ ആയിരുന്നെങ്കിലോ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആയനെ, അല്ലേ? അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം. പോയ്സോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയ്സോൺസ് റേഷ്യോ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോയ്സൺസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ലാറ്ററൽ സ്ട്രെയിൻ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? നമ്മൾ ഈ പറഞ്ഞ തന്നെയാണ്, ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? പോയ്സൺസ് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? പോയ്സൺസ് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. വിച്ച് സിംബൽ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ചേഞ്ച് ഇൻ ലെങ്ത്? എല്ലിനെ നമ്മൾ എന്താണ് പറയുന്നത്? ലെങ്ത് എന്നാണ് പറയുന്നത്. ഡെൽറ്റ എല്ലിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത് എന്നാണ് പറയുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് സിമ്പിളാണ് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി, ഡെൽറ്റ എല്ലിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ഇയെ നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് ദി റേഷ്യോ ഓഫ് സ്ട്രെസ്? അല്ലേ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെന്നും പറയാം നമുക്ക്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. വിച്ച് ഫോഴ്സ് ആക്ട് ഓൺ റിവറ്റ്? റിവറ്റുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഇത് നോക്കിയേ, ഇതൊരു റിവറ്റഡ് ജോയിൻ്റ് ആണ്. നോക്കിയേ, ഇത്
രണ്ട് മെറ്റൽ പീസിനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, റിവറ്റഡ് ജോയിൻറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യലാണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ടാൻജൻഷ്യൽ ഫോഴ്സാണ്. ഈ വരുന്ന കണ്ടീഷനിലാണ് എന്ത് വരുന്നത്, ഷിയർ സ്ട്രെസ് വരുന്നത്. അപ്പം ഇത്തരം കണ്ടീഷനിൽ അപ്പോൾ ഇതൊരു റിവറ്റാണ്. ഈ റിവറ്റഡ് ജോയിൻറ്റിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ഷിയർ ഫോഴ്സാണ്. എന്ത് ഫോഴ്സാണ് റിവറ്റഡ് ജോയിൻറ്റിൽ വരുന്നത്, ഷിയർ ഫോഴ്സാണ്. വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഈസ് ആക്ടിങ്, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഡയഗ്രാം വെച്ച് ചോദിച്ചേക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഏതാണ്, അതായത് ഒരു മെറ്റൽ പീസിൽ റിവറ്റഡ് ജോയിൻ്റ് തന്നെയാണ്. ഈ ടൈപ്പിൽ വരുന്ന സ്ട്രെസ് എന്ത് തന്നെയാണ്, ഷിയർ സ്ട്രെസ് തന്നെയാണ്. ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, വാട്ട് ഈസ് ദി ഫോർമുല ഫോർ ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, യങ്സ് മോഡുലസ് ആയിരുന്നു അല്ലേ, യങ്സ് മോഡുലസ്. ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ. കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡ് ബൈ കംപ്രസീവ് സ്ട്രെയിനും എന്ത് തന്നെയാണ്, യങ്സ് മോഡുലസ് തന്നെയാണ്. അത് കംപ്രസീവ് സ്ട്രെസ്സും ആവാം, അല്ലെന്നുണ്ടെങ്കിൽ കംപ്രസീവ് സ്ട്രെയിൻ ആവാം, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ആവാം, ടെൻസൈൽ സ്ട്രെയിൻ ആവാം. എന്ത് തന്നെയാണ്, യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാനുള്ള റേഷ്യോ. വോളമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളമെട്രിക് സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്താണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ? സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന ലോ ഏതാണ് ലോ, ഹോക്സ് ലോ ആണ് അല്ലേ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇതാണ് കണ്ടീഷൻ. ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്ന ലോ ഏതാണ്, ഹൂക്സ് ലോ ആണ്. നെക്സ്റ്റ് നമുക്ക് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നോക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ എന്തെന്ന് പറയാം, ലോഡ് എലോങ്ങേഷൻ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്തു. ഒരു വൈ ആക്സിസും ഒരു എക്സ് ആക്സിസും. വൈ ആക്സിസിൽ നമ്മൾ ലോഡിനെ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, എക്സ് ആക്സിസിൽ നമ്മൾ ഇലോങ്ങേഷനെ റെപ്രസെൻ്റ് ചെയ്തു. ലോഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇവിടെ സ്ട്രെയിനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മളൊരു സ്പെസിമെൻ എടുക്കുന്നുണ്ട്. ഒരു സ്പെസിമെൻ എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ പീസാണ്. നമ്മളൊരു മൈൽഡ് സ്റ്റീൽ എന്ന മെറ്റൽ പീസ് നമ്മളിവിടെ എടുത്തു. ആ മെറ്റൽ പീസിനെ എടുത്തുകൊണ്ട് നമ്മളൊരു മെറ്റൽ പീസ് ഇങ്ങനെ എടുത്തേക്കാണ്. ഇതിന് നമ്മൾ രണ്ട് സൈഡിലും ഒരു ടെൻസൈൽ ഫോഴ്സ് കൊടുത്ത് ഇതിന് എന്ത് ചെയ്യുകയാണ്, വലിക്കുകയാണ്. ടെൻസൈൽ ഫോഴ്സ് കൊടുത്ത് വലിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ലെങ്ത് കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ ഫോഴ്സ് നമ്മൾ ഓരോ പോയിന്റിലും ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, എലോങ്ങേഷൻ സംഭവിക്കും. അത് തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ, അതായത് ഈ ഒരു പോയിന്റ് വരെ, പോയിന്റിന് എ എന്ന് പേര് കൊടുക്കാം. അതായത് 0 to പോയിന്റ് എ വരെ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് എലോങ്ങേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. രണ്ടും ഈക്വലായിട്ട്, ലോഡ് 5 കൊടുത്തു കഴിഞ്ഞാൽ എലോങ്ങേഷൻ അതുപോലെ. അപ്പോൾ ഈ പോയിന്റ് എ വരെ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. പോയിന്റ് എ വരെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് എ നമ്മൾ വിളിക്കുന്ന പേര് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് വിളിക്കും. അവിടെ എന്താണ്, സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അപ് ടു പോയിന്റ് എ വരെ എന്താണ്, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. കണ്ടിന്യൂസ് അപ് ടു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പാണ് പോയിന്റ് എ വരെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നു ബി എന്ന്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. എന്താണ്, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അതായത് പോയിന്റ് ബിക്ക് തൊട്ട് മുമ്പിൽ വരെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് ആ മെറ്റീരിയലിനെ വിട്ട് കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചെയ്യും, തിരിച്ച് പഴയ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അതിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇലാസ്റ്റിക് ലിമിറ്റിൽ ആ പോയിന്റിൽ ഇലാസ്റ്റിക് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലിമിറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ റീഗെയിൻ ചെയ്യില്ല. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് ഇലാസ്റ്റിക് ലിമിറ്റ് തൊട്ട് മുന്നേ വരെ എന്ത് സംഭവിക്കൂ, നമ്മൾ ആ ലോഡ് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് റീഗെയിൻ ഷേപ്പിലേക്ക് എത്തും. അപ്പോൾ 0 to എ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് എലോങ്ങേഷൻ ഒരേപോലെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എത്തും. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ
ഈൽഡ് പോയിൻ്റ് എന്ന് വിളിക്കുന്നു. സി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ഈൽഡ് പോയിൻ്റ് എന്ന് വിളിക്കുന്നു. അതായത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഒരു ചെറിയ രീതിയിലുള്ള ലെങ്ത് ഇലോങ്ങേഷനാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്ന ലെങ്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ലെങ്ത് ഇങ്ങനെ മെഷർ ചെയ്യുന്ന എന്ത് വെച്ചാണ്, എലാസ്റ്റോമീറ്റർ. അതായത് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് എത്രമാത്രം ലെങ്ത് വരുന്നു എന്ന് മെഷർ ചെയ്യുന്ന നമ്മൾ എലാസ്റ്റോമീറ്ററിൽ വെച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ വെച്ചിട്ടും നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. അതിൽ A വരിക എന്നുള്ള പോയിന്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ഒരു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അല്ലെങ്കിൽ ആ പോയിന്റിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയാണ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. പോയിന്റ് B എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. പോയിന്റ് C എന്ന് പറയുമ്പോൾ ഈൽഡ് പോയിന്റ് ആണ്. അവിടെ എപ്പോഴും വാല്യൂ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഇതാണ് ആ ഗ്രാഫിൻ്റെ ഏറ്റവും മാക്സിമം പോയിന്റ് അല്ലേ. ആ മാക്സിമം പോയിന്റിനെ നമ്മൾ D എന്ന് വിളിക്കുന്നു. അവിടെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് അൾട്ടിമേറ്റ് സ്ട്രെസ്? ആ ബോഡി ക്യാരി ചെയ്യുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ് ഇതായിരിക്കും. അതിനുശേഷം നമ്മൾ ആ ലോഡ് പെട്ടെന്ന് കുറഞ്ഞിട്ട് E എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പോൾ പറയുന്നത് മനസ്സിലായോ? ഈ ഗ്രാഫ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് അല്ലെന്നുണ്ടെങ്കിൽ ലോഡ് ഇലോങ്ങേഷൻ ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് നമ്മൾ സ്പെസിഫിൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. 0 to A വരെ അതിനെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റാണ്. ബിഫോർ ബിക്ക് എന്ന് പറയുന്ന പോയിന്റിന് തൊട്ട് മുമ്പ് വരെയും എന്തായിരിക്കും, ഇലാസ്റ്റിക് ലിമിറ്റിന് മുന്നേ ആയിരിക്കും. B എന്ന് പറയുന്നത് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റാണ്. CL എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് പോയിൻ്റ് ആണ്. D എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം പോയിൻ്റ് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് അതിൻ്റെ ബ്രേക്കിംഗ് പോയിൻ്റ് ആണ്. ലോഡ് ജസ്റ്റ് പെട്ടെന്ന് കുറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. അതായത് ഇതിങ്ങനെ ലെങ്ത് കൂടി ഒരു പർട്ടിക്കുലർ സെക്ഷൻ എത്തുമ്പോൾ ഇതുപോലെ കോൺട്രാക്ഷൻ സംഭവിക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നു. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പോയിന്റ് C? പോയിന്റ് C എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ പോയിന്റ് Cൻ്റെ പേര് എന്താണ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഈൽഡ് പോയിന്റ് ആണ് അല്ലേ പോയിന്റ് C. പോയിന്റ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ്. പോയിന്റ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. പോയിന്റ് C ഈൽഡ് പോയിന്റ് ആണ്. പോയിന്റ് D അൾട്ടിമേറ്റ് പോയിന്റ് ആണ്. പോയിന്റ് E എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദി ടേം യൂസ്ഡ് ഫോർ മാക്സിമം സ്ട്രെസ് അറ്റൈൻഡ് ബൈ എ മെറ്റീരിയൽ ബിഫോർ റപ്ചർ? അതായത് പൊട്ടുന്നതിന് മുന്നേ, ആ മെറ്റീരിയൽ പൊട്ടുന്നതിന് മുൻപേ അതിൻ്റെ മാക്സിമം സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്ന ടേമിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്തെന്നാണ് വിളിക്കുന്നത്? അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ശരിയല്ലേ? ഇതല്ലേ അൾട്ടിമേറ്റ് സ്ട്രെസ്. ദെൻ വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദി വർക്കിംഗ് സ്ട്രെസ്? അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ പഠിച്ചതാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ദി അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ? അതായത് എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ്. ഓക്കെ, അൾട്ടിമേറ്റ് പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അൾട്ടിമേറ്റ് ലോഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ. ഓക്കെ, അൾട്ടിമേറ്റ് ലോഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയയിൽ കണ്ടുപിടിക്കുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദി പോയിന്റ് B ഡിനോട്ട് ഇൻ ദി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ പോയിന്റ് B എന്തിനെ സൂചിപ്പിക്കുന്നു? പോയിന്റ് B എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ? ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേയുള്ളൂ. എന്താണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. ശരിയല്ലേ? വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ? സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ എന്താണ്? യങ്സ് മോഡുലസ് ആണല്ലേ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ദി റേഷ്യോ ഓഫ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇത് ടെൻസൈൽ സ്ട്രെസ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ബൈ കംപ്രസീവ് സ്ട്രെയിൻ ആവാം. ഓക്കെ, വിച്ച് ഫോഴ്സ് ആക്ട് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ്? ക്രാങ്ക് ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു എഞ്ചിൻ്റെ കമ്പോണൻ്റ് ആണ്, ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഹൈ ടോർക്കായിട്ട് വരുന്ന ലോഡാണ്. അതൊരു റൊട്ടേഷണൽ ഒബ്ജക്റ്റിലാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ലോഡ് എന്ന് പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് സ്ട്രെസ്സാണ്? ടോർഷണൽ സ്ട്രെസ്സാണ്. ഓക്കെ, വിച്ച് ഈസ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? ഇതിൽ
തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്? മെലാമൈൻ റെസിൻസ് ആണ്. നമ്മൾ തെർമോസെറ്റിങ്ങും തെർമോപ്ലാസ്റ്റിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അത് നമ്മൾ ഈ ചാനലിൽ തന്നെ എൻ്റെ മെറ്റീരിയൽ സയൻസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. കുറേ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what force will be required to punch a hole of 10 mm radius in a 1 mm thick plate if the allowable shear stress is 50 Newton per mm square? നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഫോഴ്സ് വിൽ ബി റിക്വയർഡ്, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് റിക്വയർഡ് ടു പഞ്ച് എ ഹോൾ ഓഫ് 10 mm റേഡിയസ്. റേഡിയസ് തന്നിട്ടുണ്ട് 10 mm ആണ്, ഒരു ഹോൾ ആണെന്ന് പറയുന്നുണ്ട്. 10 mm thick plate, ദി അലൗബിൾ ഷിയർ സ്ട്രെസ് അല്ലേ, ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 Newton per mm square. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ബൈ ഷിയർ ഏരിയ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഷിയർ ഏരിയ. ഇതൊരു ഹോൾ അല്ലേ, അതായത് ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ. സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ, അല്ലാന്നുണ്ടെങ്കിൽ π/4 d². നമുക്ക് പൈ ആർ സ്ക്വയർ വെച്ച് ചെയ്ത് നോക്കാം. പൈ ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 22/7 ആണ്. 22/7 ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10². നമുക്കിവിടെ പൈ 22/7 എടുക്കുന്നതിനെക്കാട്ടിയും ഇവിടെ നമുക്ക് 3.14 എടുക്കുന്നതാണ് കംഫർട്ട്. കാര്യം 3.14 ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ഇൻറ്റു 3.14 എന്ന് പറയുമ്പോൾ 314 എന്ന് കിട്ടും. ഓക്കെ, 314 എന്നാണ് നമുക്ക് ഇവിടുത്തെ ഏരിയ കിട്ടുന്നത്. സോറി, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ഇവിടുത്തെ ഏരിയ ആണ്, പൈ ആർ സ്ക്വയർ. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ, സ്ട്രെസ് എത്രയാണ്? 50 ആണ്. 50 ഇൻറ്റു 314 അല്ലേ. 50, 314 ഇൻറ്റു 5, 0, 2, 5, 7, 15, 1570 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ന്യൂട്ടൺ അല്ലേ, ഫോഴ്സ് അല്ലേ, ന്യൂട്ടൺ ആണ്. സോ ദ ആൻസർ ഈസ് 1571.470. നമ്മൾ 3.141 ആ വാല്യൂ കറക്റ്റ് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് 1571 കിട്ടിയേനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടെൻസൈൽ സ്ട്രെസ് ഓഫ് എ സ്ക്വയർ റോഡ് അല്ലേ. ഒരു സ്ക്വയർ റോഡാണ്. അപ്പോൾ റോഡ് സ്ക്വയർ ഷേപ്പാണ്, നമുക്ക് മനസ്സിലായി. ഓഫ് 10 mm സൈഡ്, ഒരു സൈഡ് 10 mm ആണ്, സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും 10 mm ആയിരിക്കും. ഈസ് ടെസ്റ്റഡ് ഫോർ എ ടെൻസൈൽ ലോഡ്. ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1000 കിലോഗ്രാമാണ്. വാട്ട് ഈസ് ദി ടെൻസൈൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെസ്സിന് നമ്മൾ കൊടുത്ത സിമ്പിൾ സിഗ്മയാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ. സോ ദ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓർ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. ലോഡ് നമുക്ക് 1000 എന്ന് പറയുന്നുണ്ട്, ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് എ സ്ക്വയർ സെക്ഷൻ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ആണ്, അതായത് 10 ഇൻറ്റു 10. അപ്പോൾ എത്ര വരുന്നു? 100 mm സ്ക്വയർ എന്ന് പറഞ്ഞ് വരുന്നു. ഓക്കെ, ഫോഴ്സ് എത്രയാണ്? 1000 കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഏരിയ 100 ആണ്. ഈ 2 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 10 കിലോഗ്രാം പെർ mm സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 10 കിലോഗ്രാം പെർ mm സ്ക്വയർ. ഓപ്ഷൻ നമ്പർ ബി ആണ്. ശരിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ടെൻസൈൽ സ്ട്രെയിൻ ഇഫ് എ ഫോഴ്സ് ഓഫ് 3.2 കിലോ ന്യൂട്ടൺ. ഇപ്പോൾ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 3.2 കിലോ ന്യൂട്ടൺ ആണ്. കിലോയെ നമ്മൾ മാറ്റുന്നു, 3.2 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്നാക്കി. ഓക്കെ, ദെൻ ഈസ് അപ്ലൈഡ് ടു എ ബാർ ഓഫ് ഒറിജിനൽ ലെങ്ത്. ഒറിജിനൽ ലെങ്തിനെ എൽ എന്ന് പറയാം, 2800 mm. എക്സ്റ്റെൻഡ് ദി ബാർ ഓഫ് 0.5 mm, അതായത് ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 0.5 mm ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടെൻസൈൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെയിൻ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ എന്താണ്? ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ആവശ്യമില്ല, കാര്യം സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്താൽ മതി അല്ലേ. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? 0.5 ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയാണ്? 2800 എന്ന് പറയുന്നത്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 0.0001786 എന്ന് പറയും. അതായത് ഓപ്ഷൻ നമ്പർ
എ ആയിട്ട് കിട്ടും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് സ്ട്രെയിൻ ഈസ് ഡെവലപ്ഡ് ഇൻ ആൻ അയൺ റോഡ് ഓഫ് 1 മീറ്റർ ലെങ്ത്? അപ്പം ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. ലെങ്ത് ഗെറ്റ്സ് എലോങ്ങേറ്റഡ് ബൈ 1 സെൻറ്റിമീറ്റർ. ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്? 1 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്? ഈ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് എ ഫോഴ്സ് ഓഫ് 100 കിലോഗ്രാം ഈസ് അപ്ലൈഡ് അറ്റ് 1 എൻഡ്. ഫോഴ്സ് എത്രയാണ്? 100 കിലോഗ്രാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ആവശ്യമില്ല ഇവിടെ. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഒറിജിനൽ ലെങ്ത് മതി. ചേഞ്ച് ഇൻ ലെങ്ത് ഇവിടെ സെൻറ്റിമീറ്ററിലും ഇവിടെ മീറ്ററിലുമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ മീറ്ററിനെ കൂടെ എന്താക്കുക? സെൻറ്റിമീറ്ററിലാക്കുക. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ, ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 100 അല്ലേ. അപ്പോൾ എന്തായി? 0.01 എന്ന് കിട്ടി. 0.01, ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി യങ്സ് മോഡുലസ് ഓഫ് എ വയർ? യങ്സ് മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസ്, അതിന് കൊടുക്കുന്ന സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഓഫ് എ വയർ ഓഫ് 2 മീറ്റർ ലോങ്. ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ ലോങ്. 0.8 mm സ്ക്വയർ ഇൻ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട് 0.8 mm സ്ക്വയർ. ഇൻക്രീസസ് ഇറ്റ്സ് ലെങ്ത് ബൈ 1.6 mm. ഡെൽറ്റ എൽ തന്നിട്ടുണ്ട് 1.6 mm ആണ്. അപ്പോൾ ഈ മീറ്ററിനെ കൂടെ എന്താക്കുക? എം എമ്മിലേക്ക് ആക്കുക. മീറ്ററിനെ എം എം ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2000 mm എന്ന് പറഞ്ഞു വന്നു. ഓക്കെ. ഓഫ് 8 കിലോഗ്രാം വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്. ലോഡ് എത്രയാണ്? 8 കിലോഗ്രാം. ഓക്കെ. യങ്സ് മോഡുലസ് ഇ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ആദ്യം കണ്ടുപിടിക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ശരിയല്ലേ? ലോഡ് ഇവിടെ എത്രയാണ്? 8 കിലോഗ്രാം. ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 0.8. അതായത് 80 ഡിവൈഡഡ് ബൈ 8 നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് നമുക്ക് ഇവിടുത്തെ സ്ട്രെസ് കിട്ടി. ഇനി നമുക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ഇ ആണ്. ഇത് സിഗ്മ ആയിരുന്നു. ഓക്കെ. സ്മോൾ ലെറ്റർ ഇ. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.6 mm ആണ്. ഒറിജിനൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 2000 mm ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നു? 0.0008 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് യങ്സ് മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇത് എത്രയാണ്? 0.0008 ആണ്. സോ ദ ആൻസർ ഈസ് 12,500 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, ഓപ്ഷൻ നമ്പർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സേഫ് സ്ട്രെസ് ഇഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് എ മെറ്റീരിയൽ ഈസ്? അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 35 കിലോഗ്രാം പെർ mm സ്ക്വയർ. ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 5. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സേഫ് സ്ട്രെസ് ആയിരുന്നു അല്ലേ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സേഫ് സ്ട്രെസ് ആണ്. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സേഫ് സ്ട്രെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അൾട്ടിമേറ്റ് സ്ട്രെസ് എത്രയാണ് വാല്യൂ? 35 ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി 5. സോ ദ ആൻസർ ഈസ് 7 കിലോഗ്രാം പെർ mm സ്ക്വയർ. ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രെസ്? ഇതിൽ ഈ ഡയഗ്രാം തന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്? ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്? ഒരു ബോഡിയിൽ രണ്ടറ്റത്തേക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിനെന്തെന്ന് പറയുന്നു? കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ.